മദ്രസക്ക് ഒരു ചടങ്ങാകുമ്പോൾ നമ്മുടെ ദീൻ അന്യം നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മദ്രസ. പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ, ഇവനെ 10 വരെ മദ്രസ കിട്ടും, എന്നിട്ട് എന്താ കാര്യം എന്ന്. പലരും ഉസ്താദുമാരുടെ ഒക്കെ മേക്കട്ടേറും. അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം, അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഉസ്താദുമാർ. ഇത് കഴിഞ്ഞ് 23 മണിക്കൂറിലേറെ കുട്ടി ഉസ്താദുമാരുടെ ശ്രദ്ധയുടെ പുറത്താണ്. മദ്രസ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസയ്ക്ക് വെറുതെ വിടുക, വരിക, പോകുക, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ സദസ്സിൽ കുറേ രക്ഷിതാക്കളുണ്ട്, നമ്മുടെ മറക്കപ്പുറത്ത് ഇതിലേറെ സ്ത്രീകളുമുണ്ട്. ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തലമറക്കണ എത്ര ആൺകുട്ടികളുടെ ഇവിടെ? വെറുതെ ഒന്ന് ആലോചിക്കുക. ഞാൻ ആക്ഷേപം പറയണതല്ല, കുറെ ആളുകൾ കാണും ചിലപ്പോൾ, അല്ലാഹു അങ്ങനെ ഉണ്ടാക്കട്ടെ. പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ? അത് മാത്രമല്ല, എത്ര 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 കാര്യങ്ങൾ. മദ്രസയിൽ ഏറ്റവും കൂടുതൽ ഉഷാറിൽ ഖുർആൻ ഓതിയ കുട്ടി. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സൂറത്തുർ റഹ്മാനൊക്കെ ഓതാൻ അവനെയാണ് വിളിച്ചത്. അവൻ്റെ ആ ഓത്ത് കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. വാപ്പാക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് തൻ്റെ കൂട്ടുകാർക്കിടയിൽ. ആ കുട്ടിയെങ്ങാനും മദ്രസ നിർത്തിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടൊന്ന് ഓതിപ്പിക്കൂ നിങ്ങൾ. എത്ര കഷ്ടപ്പെട്ടാണ് ഉസ്താദുമാർ കുട്ടിയെ ദീന് പഠിപ്പിച്ചത്. ദർസിലൊക്കെ എത്തുന്ന ഉസ്താദിന് വലിയ പോരിഷുണ്ട്, അൽഹംദുലില്ലാ, ഒട്ടും കുറവല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്ന കുട്ടി നിസ്കാരം പഠിച്ചവനാണ്, ദീന് പഠിച്ചവനാണ്, നോമ്പ് പഠിച്ചവനാണ്, ഒളു എടുക്കാൻ പഠിച്ചവനാണ്. നിസ്കാരത്തിൻ്റെ ഫർള് എത്രയെന്ന് ചോദിച്ചാൽ 14 കൃത്യമായി പറയാൻ പറ്റണവനാണ്. മുണ്ടെടുക്കാൻ അറിയാം അവന് കുളിക്കാൻ അറിയാം, എങ്ങനെയാണ് ശുദ്ധീകരണം, എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണ്. അങ്ങനെ 100% ഇസ്ലാം പഠിച്ച് പരിശോധിച്ച് അത് പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പാകമുള്ള കുട്ടിക്കാണ് ഫയല ഉസ്താദ് ഓതി കൊടുക്കുന്നത്. ധരിച്ച് മദ്രസക്ക് വരുമ്പോഴോ മൂക്കൊലിപ്പിച്ചുകൊണ്ട് മുണ്ടഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന, അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ 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 ദീന് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്ത അത്ര പാഠഭാഗങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച്, മഖ്റജ് പഠിപ്പിച്ച്, ഖുർആനോത്ത് പഠിപ്പിച്ച്, ഫിഖ്ഹും അഖീദയും പഠിപ്പിച്ച്, പുതിയ നമ്മുടെ സിലബസൊക്കെ അനുസരിച്ച് 5ാം ക്ലാസ് മുതൽ യുക്തിവാദത്തിൻ്റെ മാരകീയത പഠിപ്പിച്ച്, ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദുമാരോട് ചെറിയൊരു നീതിയെങ്കിലും നമ്മൾ കാണിക്കണം. കുട്ടികളെ മദ്രസ ഇങ്ങനെ വരുന്നു, ബാഗ് ചുഴറ്റി അങ്ങോട്ടോ എറിയണം. പിറ്റേ ദിവസം രാവിലെ ഉമ്മയും കുട്ടിയും കൂടി തിരയാണ്, അമ്മ എൻ്റെ ബാഗ് എവിടെ നോക്കാൻ നമുക്ക് പറഞ്ഞിട്ട് 2 തിരഞ്ഞെടുക്കുകയാണ്. ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോൾ കണ്ടതാണ്, പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. ഉസ്താദുമാർക്ക് ചൂടാവാൻ പറ്റുമോ? ഇല്ല. പോക്സോ ചീത്ത പറയാൻ പറ്റുമോ? എഴുതി കൊണ്ടുവരണമെന്ന് ഗൗരവത്തിൽ പറയാൻ പറ്റുമോ? പുറത്ത് നിർത്താൻ പറ്റുമോ? ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റുമോ? എന്തിന് 11 സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമോ? ഇല്ല. ഈ പരിമിതികളെല്ലാം സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം. കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പുകാർക്ക് വിഷമം ഉണ്ടാകും. ഒരു ക്ലാസ്സിൽ 4-5 കുട്ടിയൊക്കെ തോറ്റാൽ, പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ, റേഞ്ചിൽ നമ്മളെ മദ്രസ മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും ഉസ്താദിനോട് ഭാരവാഹികൾ സംസാരിക്കും. അത് ചിലപ്പോഴൊക്കെ ഇത്തിരി ശൈലി മാറിയിട്ടൊക്കെ ആവും. ഇതൊക്കെ സഹിക്കണം. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം കാസർഗോഡ്. അവിടെയാണ് കാക്ക കൂടുകൂട്ടിയതുപോലെ മുടി വെച്ച് ഒരു ക്ലാസ്സിൽ ഏകദേശം കുട്ടികളൊക്കെ വന്നപ്പോൾ ഒരു പാവപ്പെട്ട ഉസ്താദ് മുടി മര്യാദക്ക് മുറിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുത്തത്. അദ്ദേഹം കുട്ടികളോട് ഉപദേശിച്ചിട്ടൊന്നുമില്ല, മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇவ்விധം മര്യാദയില്ലാതെ വളർത്തുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇന റസൂലുള്ളാഹി വിരോധിച്ചു മക്കളെ. നാഫിഅൻ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ പെടുന്ന നാഫിഅനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. മൽ ഖസഉ, എന്താ ഈ ഖസഉ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അയ്യുഹ്ലക ബഅ്ദു റഅസി സബിയ്യി വതുത്രക ബഅ്ദു, കുട്ടികളുടെ തല കുറച്ച് മുണ്ടനം ചെയ്യുക, കുറച്ച് മുടി വെട്ടാതെ ഉപേക്ഷിക്കുക, ഇത്തിരി വെട്ടുക, പിന്നെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി കോലക്കേടാക്കുക. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു കുട്ടിക്ക് ഈമാൻ കൂടി.
ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു എൻ്റെ മുടി വെട്ടണം. ഉമ്മ പറഞ്ഞ പൈക്ക് അവിടെ നിന്ന് എന്തൊരു രസമുണ്ട്. ഇതാണ് പ്രശ്നം. ഉമ്മമാര് സപ്പോർട്ട് ചെയ്ത് പ്രണയിക്കണ എത്രയോ കേസുണ്ട്, ചാടിപ്പോണ കേസുണ്ട്, ബെസ്റ്റിയോടും ലവറോടൊപ്പം സിനിമക്ക് പോണ കേസുണ്ട് ഉമ്മ സമ്മതിച്ചിട്ട്. അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ, പുതിയ കാലല്ലേ എന്നൊക്കെയാണ്. ഉമ്മ കോലം കെട്ട ഈ കുട്ടിയുടെ മുടിയെ നോക്കിയിട്ട് പറയാണ് എന്തൊരു സന്തോഷമുണ്ട്, നിന്നെയും കൊണ്ട് എങ്ങടേലും പോകുമ്പോൾ ഒരു വല്ലാത്തൊരു അഭിമാനമാണ് എൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ, വെട്ടേ പൊയ്ക്കോനെന്നും പറഞ്ഞിട്ട് ആ ഉമ്മ വഴക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ കുട്ടി ബാത്റൂമിൽ കയറി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെട്ടിപ്പാകപ്പെടുത്തി. സ്വാഭാവികമായി ഉമ്മക്ക് പറ്റാത്ത കോലത്തിലായി. ഉമ്മ ഫോട്ടോ എടുത്തു, വാപ്പാക്ക് വിട്ടുകൊടുത്തു. ഗൾഫിലുള്ള വാപ്പ കൂട്ടുകാരുടെ വാട്സാപ്പിലേക്കൊക്കെ വിട്ടുകൊടുത്തു. പിറ്റേ ദിവസം ആ ഉസ്താദ് ഇത്തിരി വൈകി വരാൻ സദർ ഉസ്താദ് ഫോം വിളിക്കുകയാണ്. ഉസ്താദ് എവിടെ എത്തി? അപ്പോൾ വൈകിയതിനെന്തോ വഴക്ക് പറയാനാന്ന് കരുതിയിട്ട് ആ പാവപ്പെട്ട ഉസ്താദ്, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ സാധാരണ വരുന്ന വണ്ടി അതിങ്ങനെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സദർ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ വരാത്തത് നന്നായി, വണ്ടി കിട്ടാത്തത് വളരെ നന്നായി, മദ്രസയിൽ നിറച്ച ആൾക്കാരാണ്, നിങ്ങളെ തല്ലാൻ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ വരും, എൻ്റെ വസ്ത്രങ്ങൾ അവിടെയാണ്, എൻ്റെ വസ്തുക്കൾ അവിടെയാണ്. സദർ ഉസ്താദ് പറഞ്ഞു ഒന്നും നിങ്ങളോട് വരണ്ട, ഒക്കെ ഞങ്ങൾ വീട്ടിൽ കിടത്തിച്ചേരും, ഇന്ന് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വൈകിയത് എന്ന്. ഇതാണ് ഉസ്താദിൻ്റെ ദുര്യോഗം. നേരത്തെ മോനെ വിടാത്തത് കൊണ്ട് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് പോക്സോയിൽ തമാശക്ക് കേസ് കൊടുത്തൊരു രക്ഷിതാവുണ്ട്. കമ്മിറ്റിക്കാർ ചോദിച്ചു, പാവല്ലടാ ഉസ്താദ്, എത്ര കൊല്ലായി നമ്മുടെ മദ്രസയിൽ, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനാശാസ്യത നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പഠിപ്പിക്കണയിൽ എന്തെങ്കിലും ഒരു ലോപം വരുത്തിയിട്ടുണ്ടോ? എന്തിനാണ് ഈ കേസ് കൊടുത്തത്? അപ്പം ചെങ്ങാതി പറയാം, ഞാനൊരു തമാശക്ക് മുമ്പേ പേടിപ്പിക്കാൻ കേസ് കൊടുത്തതാണ്. ഈ കേസിനൊരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പിൻവലിക്കാൻ പറ്റൂല. പിൻവലിച്ചാൽ ഇരയെ സ്വാധീനിച്ചു എന്നും പറഞ്ഞ് ക്രൈമിനലായിട്ടുള്ള മറ്റൊരു കുറ്റം വരും. ഇനി ബാക്കിയൂടെ കേൾക്കുക. തമാശക്ക് പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത കേസിന് വിധി വന്നത് 64 വർഷമാണ്. ആ പാവപ്പെട്ട ഉസ്താദ് ജയിലിൽ കിടക്കേണ്ടത്. റാഗിങ് ഇങ്ങനെ കൂടുന്ന എന്തുകൊണ്ടാണ്? വടിയെടുക്കാൻ പറ്റൂല രക്ഷിതാക്കൾക്ക്. സിലബസിലാണെങ്കിലോ ഈ സമയം MC² പഠിപ്പിക്കും. എക്സിൽ നിന്ന് Y കുറച്ചിട്ട് ആ ഫലത്തോട് പിന്നെ X കൂട്ടിച്ചേർത്താൽ എന്ത് വരും എന്നുള്ളത് പഠിപ്പിക്കും. ആരാണ് വിദ്യാർത്ഥി എന്ന് പഠിപ്പിക്കൂല, ആരാണ് സഹോദരൻ എന്ന് പഠിപ്പിക്കൂല, ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കുന്നില്ല. ക്ലോറോഫോം എന്തിനുപയോഗിക്കാമെന്ന് പഠിക്കാൻ പറ്റും, പക്ഷേ അത് തൂവാലയിലിറ്റിച്ച് മുഖത്തമർത്തി ഒരാളെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കാൻ ശാസ്ത്രത്തിൻ്റെ ഭാഗമല്ലേ അത്? നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് കാലിയായിട്ട് വെറും എയർ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് പഠിപ്പിക്കും. അത് പക്ഷെ ഒരാളെ കൊല്ലാൻ ഉപയോഗപ്പെടുത്തരുത് എന്നവർ പഠിക്കണില്ല. നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കാണിച്ചവർ. 11 പ്രാവശ്യം ഒരു കുട്ടിയെ ആ ഡിവൈഡർ അടിയിക്ക് എത്തുവോളം കുത്തി അമർത്തുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാവേണ്ടവർ, എല്ലാ അർത്ഥത്തിലും ആർദ്രതയുടെ കൂടെ നിൽക്കേണ്ടവർ, നഴ്സിംഗ് പഠിച്ച് പുറത്തിറങ്ങേണ്ടവർ, അവരെ സിലബസിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനാവാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല, നഴ്സാവാനേ പഠിപ്പിക്കണുള്ളൂ. മനുഷ്യനാവാൻ പഠിപ്പിക്കുന്നില്ല. ഡോക്ടറാവാനും എഞ്ചിനീയർ ആവാനും പഠിപ്പിക്കും. അതുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങളുണ്ടാകും. എന്നാലോ ഇവർ നന്നായി കാണണമെന്ന് കരുതുന്ന ഒരു അധ്യാപകന് വടിയെടുക്കാൻ പറ്റൂല. +1 എത്തിയ കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ പോലും അധ്യാപകൻ അറസ്റ്റിലാകും. ഈ പ്രശ്നങ്ങളൊക്കെ മദ്രസ ഉസ്താദുമാർക്കുണ്ട്. എന്നല്ല ചില കൗൺസിലർമാരൊക്കെ സ്കൂൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് മദ്രസ ഉസ്താദ് തൊട്ടൂന്ന് പലവട്ടം ചോദ്യം ചെയ്ത് പറയിപ്പിക്കും. തൻ്റെ പേരക്കുട്ടിയുടെ പ്രായം പോലും ഇല്ലാത്ത കുഞ്ഞിനെ കാണുമ്പോൾ കൗതുകത്തിൻ്റെ ഒരു ഉസ്താദ് ഇങ്ങനെ പുറത്ത് ഒന്നിങ്ങനെ കൊട്ടി തലോടിയതിന് ആ ഉസ്താദ് ചിലപ്പോൾ 60 കൊല്ലവും 70 കൊല്ലവും ജയിലിൽ കിടക്കേണ്ടി വരും.
ഇത്ര 100,000 പരിമിതികൾക്കിടയിൽ നിന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരോട് നമുക്കൊരു മര്യാദ കാണിക്കണ്ടേ? അവർ പഠിപ്പിച്ചെടുത്ത കാര്യങ്ങൾ ഒരു വട്ടെങ്കിലും ഓതി പഠിപ്പിക്കാനെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ സൗകര്യം ഉണ്ടാക്കണ്ടേ? ഒന്ന്. രണ്ടാമതായി, അവർ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പരിശീലിപ്പിക്കാനുള്ള ഒരു മാർഗം വേണ്ടേ? വലത് കാലെടുത്ത് വീടിനകത്ത് കയറണമെന്ന്, കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും വലത് കൈ ഉപയോഗപ്പെടുത്തണമെന്ന് 100% മാർക്ക് നേടിയ ആ ചോദ്യത്തിന് മുന്നിൽ വിജയിച്ചു പോന്ന മോൻ ഇടത് കൈ കൊണ്ട് വാങ്ങുമ്പോൾ, കൊടുക്കുമ്പോൾ, കുടിക്കുമ്പോൾ, തിന്നുമ്പോൾ അത് പാടില്ലെന്ന് പറയാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ വേണ്ടേ? രക്ഷിതാക്കളാവുന്ന നമ്മൾ ആദ്യം നന്നാവണം. മദ്രസയിൽ നിന്ന് കുട്ടി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ ഏർപ്പെടുത്തണം ബോധപൂർവം. എങ്കിലേ കുട്ടി ലിബറൽ ആവാതിരിക്കുള്ളൂ. മറ്റേത് മദ്രസയിൽ നിന്ന് കുറേ സാധനങ്ങൾ കേട്ടുപോരും, പരീക്ഷയിൽ ജയിക്കുകയും ചെയ്യും, പക്ഷേ ആ കുട്ടിക്ക് മനുഷ്യനാവാൻ സാധിച്ചൊന്നും വരൂല. നമ്മൾ രക്ഷിതാക്കളാണ്. കുറേ കൽപ്പന നടത്താനല്ല, നിങ്ങളെപ്പോലൊരു രക്ഷിതാവാണ് ഞാനും. നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണം. 5 വരെ മദ്രസക്ക് വിട്ടില്ലേ, ഇനിയിപ്പോൾ എന്താ? അവനായി അവൻ്റെ പാടായി എന്നാണ് കുറേ രക്ഷിതാക്കളുടെയൊക്കെ ഒരു വാദം. പൊട്ടപ്പോയത്താണ്. മരണപ്പെടുവോളം ആ കുട്ടിയുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എത്ര വയസ്സായാലും പിതാവിന് മകനിൽ ഒരു ദർശനം വേണം, മകളിൽ ഒരു ചിന്ത വേണം. അവനായി അവൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് മാറാനൊന്നും നമുക്ക് പറ്റൂല. സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ 5 വരെ മദ്രസയിൽ പോയൊരു കേവലം വിദ്യാർത്ഥിയല്ല, നേരെ മറിച്ച് സഹാബികളിൽ ഏറ്റവും പ്രസിദ്ധരായ 4 ഫിഖ് പണ്ഡിതന്മാരിൽ അൽ അബാദലത്തുൽ അർബഈൽ പ്രമുഖനായ വ്യക്തിത്വമാണ്. പലപ്പോഴും തൻ്റെ വിജ്ഞാന വൈപുല്യം കൊണ്ട് സ്വന്തം പിതാവിനെ പോലും കൗതുകപ്പെടുത്തിയ മഹാപണ്ഡിതനാണ്. 4 വരെ മദ്രസയിൽ പോയി, 5 വരെ മദ്രസയിൽ പോയി, പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് SSLC വരാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് മദ്രസൊക്കെ നിർത്തി. അങ്ങനെയാണ്. അല്ലാഹ് 7 എത്തുമ്പോഴേക്ക് നിർത്തി. എന്താ കാര്യം? ഇനി SSLC വരില്ലേ എന്ന് നമ്മൾ ഇവർ പറയണ കേട്ടാ തോന്നും പിന്നെ മുതൽ ഫുള്ളാ കുട്ടി പഠനം തന്നെയാണ് പഠനം എന്ന്. അല്ല, എല്ലാ കളിയും കാണണം, എല്ലാ രീതിയിലുള്ള മൊബൈൽ ഉപയോഗവും നടത്തണം, എത്രയോ ഗെയിം ഡെയിലി കളിച്ചുകൊണ്ടിരിക്കണം, സിനിമ കാണണം, നാടകം കാണണം, ടൂറിന് പോകണം, എല്ലാവിധ കളിയും കളിക്കണം. SSLC വരുന്നു എന്ന് പറഞ്ഞാൽ ആ 1 മണിക്കൂറുള്ള മദ്രസ നിർത്തുകയും ചെയ്തു. അങ്ങനെ ചില തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. SSLCയിൽ 10A+ഉം അതോടൊപ്പം മദ്രസിന്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ ടോപ്പ്+ നേടിയ എത്ര കുട്ടിയുണ്ട് കേരളത്തിൽ? നമ്മുടെ തലച്ചോറിനെ പറ്റി എന്താ നമ്മൾ മനസ്സിലാക്കിയത്? 2 കോടി ബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ മൊത്തം ഇൽമ് ഈ തലൻ്റെ ഉള്ളിലുള്ള ചോറ് കയറി നിൽക്കുന്നതാണ്. എത്ര ശതമാനം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിയത്? SSLC ഉണ്ട് എന്ന് കരുതിയിട്ട് ഉസ്താദുമാർ ഇത്തിരിയൊക്കെ തന്നെ പഠിപ്പിക്കുള്ളൂ. എന്നാലും ആ 1/4 മണിക്കൂർ അവിടെ നിന്നാൽ നമ്മുടെ കുട്ടി ലിബറലിസ്റ്റ് ആവാതെ രക്ഷപ്പെടും. നമ്മുടെ കുട്ടി പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന് പെണ്ണായി ജീവിക്കും. നമ്മുടെ കുട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടേണ്ടത് എന്ന് പഠിക്കും. ഒരിക്കലും അവൻ മദ്യപാനിയാകില്ല. ഒരിക്കലും അവൻ ഉമ്മയെ അറുക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് വലിയ കത്തി കടം വാങ്ങിച്ചു കൊണ്ടുവരൂല. അത് വേറൊരു കഥ പറയാണ് ഞാൻ. അപ്പൊ എത്ര വലിയ ആളാണ് എങ്കിലും കേവലം ഒരു മദ്രസയിലേക്ക് 5 വരെ പോയ ആളല്ലായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ദീന് പഠിച്ചു മുത്തബിഉസ്സുന്ന എന്ന പേരിൽ പ്രസിദ്ധൻ. ബഹുമാനപ്പെട്ടവരുടെ കുതിര ഒരു ദിവസം റസൂലിന്റെ കുതിരയുടെ മുന്നിലൂടെ ഓടിപ്പോയി, ഓവർടേക്ക് ചെയ്തു പോയി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. എവിടോ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അദ്ദേഹം പെട്ടെന്ന് ഓടിയെത്തി തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ കുതിരയെ പിടിച്ച് നബി തങ്ങളുടെ കുതിരയുടെ പിറകിലേക്ക് കൊണ്ടുപോയി നിർത്തി. വലിയ പണ്ഡിതൻ, വലിയ മഹാൻ മുത്തബിഉസ്സുന്ന തൻ്റെ മകനോട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാടാ മോനെ റസൂലിൻ്റെ കുതിരയുടെ മുന്നിലേക്ക് നിന്റെ വാഹനം ഓടിച്ചു പോകാൻ നിനക്ക് ധൈര്യം വന്നത്? അനുതാപപൂർവം മകൻ പറയുന്നു, പ്രിയപ്പെട്ട ഉസ്താദേ, പ്രിയപ്പെട്ട രക്ഷിതാവേ, പ്രിയപ്പെട്ട പിതാവേ, എല്ലാം ഉമറുൽ ഫാറൂഖ് തങ്ങളോട് യോജിക്കും. ഞാനൊരിക്കലും ബോധപൂർവം അത് ചെയ്തതല്ല. പുതിയ കുതിരയാണ്, പരിശീലനം കൃത്യമായിട്ടില്ല, നേരാവണ്ണം പരിശീലനം കിട്ടിയിട്ടില്ല. അതെൻ്റെ നിയന്ത്രണം ഭേദിച്ചു മുന്നിലൂടെ ഓടിപ്പോയതാണ്. അങ്ങനെ ഒരു അതബ് കേട് സംഭവിച്ചപ്പോൾ ഇത്രമേൽ വലിയ പണ്ഡിതനായ
ഷാഫിഈ ഫിഖ്ഹ് ചെന്ന് ചേരുന്നത്, ഹനഫി ഫിഖ്ഹ് ചെന്ന് ചേരുന്നത്, ഹംബലി ഫിഖ്ഹ് ചെന്ന് ചേരുന്നത്, അങ്ങനെ 4 മദ്ഹബും ചെന്ന് ചേരുന്നത് 4 അബ്ദുള്ളമാരിൽ ഒരാളിലേക്കാണെന്ന്, അവരുടെ അഭിപ്രായങ്ങളിലേക്കാണെന്ന് പിൽക്കാല പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തത് കാണാം. ആ വിധം ശ്രേഷ്ഠതയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ തിരുത്താൻ പ്രിയപ്പെട്ട റസൂലിന്റെ കൂട്ടുകാരൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നു. ഇതാണ് പിതാവ്. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഇതാവണം പിതാവ്. നമ്മുടെ മക്കളെ പിറകെ നടക്കണം, ബോധപൂർവം അവർക്ക് ഡിസ്റ്റർബ് ചെയ്ത് പിന്നാലെ കൂടണമെന്നല്ല. നമ്മുടെ ശ്രദ്ധ വേണം. അവരുടെ കൂട്ടുകാരാരാണെന്ന് നോക്കണം, അവരെങ്ങോട്ട് ടൂറ് പോകുന്നു എന്ന് നോക്കണം, ടൂറ് പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കാണണം. ഇവിടുന്നൊക്കെ ടൂർ പോകാൻ വേണ്ടി കുട്ടികൾ കാശ് വെച്ച് വരും. എങ്ങനെ ലിബറൽസ് നമ്മുടെ ഉള്ളിലേക്ക് കയറണമെന്നുള്ള നമ്മൾ അറിയണം. നമ്മൾ മോളല്ലേ മോനല്ലേ അവൻ്റെ ഒരു മോഹല്ലേ എന്നൊക്കെ കരുതിയിട്ട് സംഘടിപ്പിച്ചു കൊടുക്കും കാശ്. ഈ കാശ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ ടൂറിന് പോകും. അവിടെ വെച്ച് ഒട്ടുമിക്ക കുട്ടികളും മയക്കുമരുന്ന് പഠിക്കും. ബസ്സിലൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി തിരിഞ്ഞിട്ടൊരു ഡാൻസ്, മിന്നാമിന്നി ലൈറ്റ് വിട്ടിട്ട്. ഈ ഡാൻസ് പോലെയുള്ള പരിപാടികൾ, യൂത്ത് ഫെസ്റ്റിവലുകൾ, ഗാനമേളകൾ, അവിടങ്ങളിലൊക്കെ മയക്കുമരുന്നുമായി നമ്മുടെ മക്കളെ വില വീശാൻ അതിൻ്റെ ഔദ്യോഗിക ഏജന്റുമാരുണ്ടാകും. അവരുടെ കൂട്ടുകാരൻ തന്നെ ആയിരിക്കും, അവരുടെ സഹപാഠിയായിരിക്കും. MDMA പോലെയുള്ള മാരകമായ സിന്തറ്റിക് രാസമരുന്നുകൾ, അതിൻ്റെ ഏതാനും തരി മൂക്കിലൂടെ ഒരൊറ്റ പ്രാവശ്യം കയറിയാൽ അഡിക്റ്റ് ആകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, പണ്ട് വിഷയത്തിൽ ചെറുപ്പക്കാരികളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരികളിൽ കുറേയേറെ ആളുകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അഡിക്റ്റുകളാണ്. വലിയ വർധനമാണുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ, വലിയ വലിയ കോളേജുകളിൽ, ക്യാമ്പസുകളിൽ പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനം മയക്കുമരുന്നിന് അഡിക്റ്റാണെന്ന് പഠനം വരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഒരു ഡോക്ടറുടെ വീഡിയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പുതിയ പുതിയ പെൺകുട്ടികൾ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നാണ്. കഞ്ചാവിൻ്റെ ലോകത്തേക്ക്, MDMAയുടെയും ബ്രൗൺ ഷുഗറിൻ്റെയും ലോകത്തേക്ക്. MDMA മാരകമായ ഒരു രാസ മയക്കുമരുന്നാണ്. സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ 3 വർഷം കൊണ്ട് മരണപ്പെടുന്നു. ഒരൊറ്റ പ്രാവശ്യം അത് നമ്മുടെ പിള്ളേരുടെ മൂക്കിലൂടെ കയറിക്കഴിഞ്ഞാൽ അവർ അഡിക്റ്റ് ആകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കാരനാകുന്ന നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 23 വയസ്സ് വരെ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്തയാളാണ്. എന്നെ ശ്രവിക്കുന്ന രക്ഷിതാക്കൾ അറിയണം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മനസ്സിലാക്കണം. 23 വയസ്സ് വരെ ഒരു സാധാരണ സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ ദിവസം കോഴിക്കോട് കടപ്പുറത്തേക്ക് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ടൂറ് പോകുന്നു. കടൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയോട് ഇതൊരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ചു നോക്കൂ എന്നും പറഞ്ഞ് MDMA ഒരു കൂട്ടുകാരൻ നിർബന്ധിപ്പിക്കുന്നു. ആ കുട്ടിക്ക് അതിൻ്റെ ദൂഷ്യങ്ങളറിയാം. അവൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നല്ല ധൈര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അവർ ഒരു വട്ടം ഉപയോഗിച്ചത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എല്ലാത്തിൻ്റെയും രസം അറിയണ്ടേന്ന് അവർ പ്രലോഭിപ്പിച്ചു കൊണ്ടിരുന്നു. നോ ആവർത്തിച്ചു പറയേണ്ടിയിരുന്ന ചെറുപ്പക്കാരന് നോ പറയാൻ കഴിയാത്ത ദുർബലമായ നിമിഷത്തിൽ അവൻ അതൊരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു. ആ കുട്ടി പറയുന്നുണ്ട് ചാനലിൽ വന്നിട്ട്, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു, ഞാനതിൻ്റെ അടിമയായി മാറിയെന്ന്. പിന്നെ അത് കിട്ടാതെ ജീവിക്കാൻ വയ്യാണ്ടായി. വയനാട്ടിൽ പോയി മേടിച്ചുടന്നു, എറണാകുളത്ത് പോയി മേടിച്ചു. ദിവസവും ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം. ഇന്ന് ഉപയോഗിച്ചതിൻ്റെ ഇത്തിരി കൂടുതലാവണം, നാളെ മറ്റന്നാൾ അതിനേക്കാൾ കൂടുതൽ. ആദ്യ ദിവസം വിറ്റതിൻ്റെ ഇരട്ടി വിലക്ക് പിറ്റേ ദിവസം വാങ്ങേണ്ടി വരും. അവർക്ക് തോന്നിയ വില പറയും, കാരണം ഈ കുട്ടി അഡിക്റ്റായി, അവനത് വാങ്ങുക തന്നെ ചെയ്യും. ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ പിന്നെ അവരുടെ മുമ്പിലുള്ള മാർഗം അതിൻ്റെ വിൽപ്പനക്കാരനാവലാണ്. ആ കുട്ടി വിൽപ്പനക്കാരനായി. എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരറിയണം, അദ്ദേഹം പറയുന്നുണ്ട്, എന്നിൽ നിന്ന് വാങ്ങുന്ന ഡോക്ടർമാരുണ്ട് സ്ഥിരമായിട്ട്, ദമ്പതികൾ വന്ന് വാങ്ങുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയി വാങ്ങുക. സ്ഥിരമായി വാങ്ങുന്ന ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയുമായി വന്നൊരു ദിവസം. സ്വാഭാവികമായും ഞാൻ വെറുതെ അന്വേഷിച്ചു, ഭാര്യയാണോ?
എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഭാര്യയല്ല, എൻ്റെ സഹോദരിയാണ്. ജ്യേഷ്ഠനും അനുജനും ഒന്നിച്ചു പോയി, ജ്യേഷ്ഠത്തിയോടൊപ്പം ജ്യേഷ്ഠൻ പോയി, സഹോദരന്മാരും സഹോദരിയും ഒന്നിച്ചു പോയി. MDMA വാങ്ങുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു, അതോടുകൂടെ അഡിക്റ്റായി. ഗാനമേളൊക്കെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ട്യൂബും അവസാനം വെച്ച് അടിച്ചു പൊട്ടിക്കണം, കസാര കൊണ്ട് ഏറ് നടത്തണം. എന്നിട്ട് പാടാൻ വന്ന ചെങ്ങാതിമാരെയും പെണ്ണുങ്ങളെയൊക്കെ പോലീസ് വട്ടം വളഞ്ഞിട്ട് രക്ഷപ്പെടുത്തണം. അപ്പോഴേ ആ ഗാനമേള അങ്ങോട്ട് സക്സസ് ആവുള്ളൂ. അതിനിടയിൽ നിരവധി പ്രാവശ്യം നിരവധി ആളുകളുടെ മൂക്കിലൂടെ MDMA കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ഇതിന് പ്രത്യേകിച്ചൊരു സ്മെല്ലില്ലാത്തത് കൊണ്ട് അറിയാനേ കഴിയില്ല. ടൂർ പോകാന്ന് പറഞ്ഞ് മാതാപിതാക്കളടുത്തേക്ക് മക്കൾ ചെല്ലുമ്പോഴേക്ക് സമ്മതിക്കാൻ പറ്റുമോ? എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിക്കാനുള്ളതല്ലെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കാനുള്ളതല്ലെന്ന് മക്കൾക്ക് നമ്മൾ ശീലിപ്പിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന പാഠം അവരെ നമ്മൾ പരിശീലിപ്പിക്കുക തന്നെ വേണം. കുട്ടികളെ മക്കളൊക്കെ ചേർന്നിട്ട് ഹലാലായിടത്തേക്ക് ഹലാലായ ആളുകൾ ചേർന്നൊന്ന് ടൂറൊക്കെ പോകാം, അതൊന്നും കുഴപ്പമൊന്നുമല്ല. പക്ഷേ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുവോളം എല്ലാ വക്തും ഖലാ ആക്കുന്ന ടൂറുകൾ ഒരിക്കലും മുസ്ലിമിന് പറ്റൂല. അങ്ങനെയാണ് പതിയെ 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 നമ്മൾ ലിബറലുകളാവുന്നത്. അള്ളാഹുവും റസൂലും തീരുമാനിച്ചതിന് വിരുദ്ധമായി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, അപ്പം നമ്മൾ ലിബറലുകളാവാണ്. മുസ്ലിമായ ഒരു മനുഷ്യനെ വ്യഭിചരിക്കാൻ പറ്റൂല എന്ന് റസൂൽ പറയുന്നുണ്ട്. അതിന് നമ്മുടെ ഷറഹിലൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ ഈമാൻ തൽക്കാലത്തേക്ക് ഊരിവെക്കും, അല്ലെങ്കിൽ ഒറിജിനൽ ഈമാൻ അവനുണ്ടാവില്ല, അല്ലെങ്കിൽ പൂർണ്ണമായ ഈമാനോടുകൂടെ വ്യഭിചരിക്കാൻ പറ്റൂല എന്നാണ്. അതൊക്കെ അതിൻ്റെ അർത്ഥം തന്നെയാണ്. പക്ഷേ പുതിയ ലോകത്ത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ വെക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. വ്യഭിചരിക്കണോ? വ്യഭിചരിക്കില്ല. ഹീനയസിനി വ്യഭിചരിക്കുന്ന സമയത്ത് വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിരിക്കെ ആ സമയത്ത് അവൻ യുക്തിവാദിയായി മാറുന്നു. മുഅ്മിനാണെങ്കിൽ ലാ തഖ്റബുസ്സിന, സിനയിലേക്ക് അടുക്കരുത്, അത് ഫാഹിഷത്താണെന്ന ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാക്യം അവൻ്റെ മനസ്സിൽ വരും. മുഅ്മിനല്ലാത്തത് കൊണ്ട് അവൻ അത് മാറ്റിവെക്കുന്നു. നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നല്ല താല്പര്യമുള്ളൊരു പെണ്ണിനെ കയ്യിൽ ലഭിച്ചിട്ട് എങ്ങനെ അത് ഉപേക്ഷിക്കുക എന്നവൻ ചിന്തിക്കുന്നു. അത് യുക്തിവാദമാണ്. വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ യുക്തിവാദിയാകുന്നു തൽക്കാലത്തേക്കെങ്കിലും. മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ പറ്റൂല, യുക്തിവാദിയായിട്ടേ വ്യഭിചരിക്കാൻ പറ്റുള്ളൂ. മുഅ്മിനാണെങ്കിൽ മതങ്ങൾ പാലിക്കും, നിയമം പാലിക്കും, ഖുർആനിന്റെ വിരോധം കാരണം അതിൽ നിന്ന് മാറി നിൽക്കും. ഇവ മുഅ്മിനല്ല, അവൻ യുക്തിവാദിയാണ്. നല്ലൊരു ചാൻസ്, നല്ലൊരവസരം, സുമുഖിയും സുന്ദരിയും സഹകരിക്കുന്നവളുമായൊരു പെണ്ണ്, പിന്നെ എന്തിനത് മിസ്സാക്കണമെന്ന് അവൻ ചിന്തിക്കുന്നു. ഇത് യുക്തിവാദം. എത്ര ഭൗതികമായ ബെനിഫിറ്റ് കിട്ടിയാലും മതം പറഞ്ഞു അതുകൊണ്ട് മാറി നിൽക്കണം എന്നത് ധാർമ്മികത. കള്ളുടിയെ കുറിച്ചും റസൂൽ അങ്ങനെ പറയുന്നുണ്ട്. വല ഐശ്വരിബുൽ ഖംറഹീന ഐശ്വരിബുഹാ വഹുവ മുഅ്മിൻ. മുഅ്മിനായി കൊണ്ട് കുടിക്കാൻ കഴിയില്ല. മുഅ്മിനായ മനുഷ്യൻ കള്ളും കുപ്പിയിട്ട് അവനിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും, ഇന്നമൽ ഖംറു വൽ മൈസിർ, അല്ലാഹ് അതെനിക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അവനത് വലിച്ചെറിയും, അവൻ വിശ്വാസി. നേരെ മറിച്ച് ആരും കാണുന്നില്ലേ? നല്ലൊരു ചാൻസ്. ബാംഗ്ലൂരിലേക്ക് സാധനം വാങ്ങാൻ പോയതാ, നമ്മുടെ നാട്ടുകാരും മാലിലെത്തുകാരും ആരും ഇവിടെ അല്ലേ, എന്നാ ഒന്ന് കയറിയിട്ട് മിനിങ്ങാം. അത് യുക്തിവാദം. അത് യുക്തിവാദം. ധർമ്മവിരുദ്ധമായി ആരാര് ചിന്തിക്കുന്നു അതൊക്കെ അവൻ്റെ യുക്തിയെ ദൈവമാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പ്രത്യേകം തിരഞ്ഞെടുത്ത 40 ഹദീസുകളുടെ അർബഈനുൻ നബവിയുടെ 41ാമത്തെ വചനമായിട്ട് ഇമാം നബവി തങ്ങൾ കൊണ്ടുവരുന്നത് ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബി. നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാവില്ല ഞാൻ കൊണ്ടുവന്നതിനെ സമ്പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നത് വരെ. നിങ്ങളുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും ഇച്ഛകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതിന് വിരുദ്ധമാകുമ്പോൾ തൻ്റെ താല്പര്യങ്ങളെ ദൂരേക്ക് വലിച്ചെറിയാനും അള്ളാഹുവിൻ്റെ ഹബീബോര് പഠിപ്പിച്ച മനുഷ്യൻ്റെ മാനിഫെസ്റ്റോ നമ്മളെ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരൻ പഠിപ്പിച്ച ആ കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളല്ല. യഥാർത്ഥ വിശ്വാസത്തെ നമ്മൾ കാക്ഷിക്കുക, അതിനുവേണ്ടി ജീവിക്കുക. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
നമ്മളൊക്കെ എത്രമേൽ ശക്തരാണെങ്കിലും എത്രമേൽ സമ്പന്നരാണെങ്കിലും എല്ലാ ശാസ്ത്രീയമായ ആനുകൂല്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. 500-ലേറെ കണ്ടെത്തൽ നടത്തിയ തോമസ് ആൽവാ എഡിസൺ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു വർഷം നീട്ടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മറന്നുപോകരുത്. ശാസ്ത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിയ, നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, ആ ആറ്റം വിഘടിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച, അതിൻ്റെ കാരണത്താൽ ഹൈഡ്രജൻ ബോംബും ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യകൾ ചുട്ടരിക്കപ്പെട്ടത് കണ്ട് ദയനീയമായി വിലപിച്ച, അതുവരെ ന്യൂട്ടൻ്റെ ഫിസിക്സിലൂടെ മുന്നോട്ട് പോയിരുന്ന ശാസ്ത്രത്തെ അതിൽ നിന്ന് 100% മാറ്റി ഇന്നീ കാണുന്ന പുരോഗതിയുടെ എല്ലാം അടിസ്ഥാനം നിർവഹിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, പക്ഷേ തൻ്റെ ജീവിതത്തെ ഒരു മാസം കൂടുതലാക്കി കൊണ്ടുപോകാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് മനുഷ്യ. എല്ലാ അർത്ഥത്തിലും ഉന്നതരായിരിക്കും, പക്ഷെ വലിയ നിന്ദ്യരും. ശക്തമായ സംവിധാനങ്ങളുണ്ടാകും, പക്ഷേ വളരെ നിസ്സാരർ. അതുകൊണ്ട് ടൈറ്റാനിക് എന്ന് പറയുന്ന ആഡംബര കപ്പിൽ വലിയ സമ്പന്നന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു എൻജിൻ വർക്ക് നിർത്തിയാൽ മറ്റൊരു എൻജിൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്ന എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള ആഡംബര കപ്പൽ, അത് വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ കപ്പിത്താൻ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ഇത് എന്താ പറഞ്ഞേ? അതിൻ്റെ സൗകര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് ആ മനുഷ്യൻ ഒരു അഹങ്കാരം പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല എന്ന്. കുടിച്ചു കൂത്താടി ആഡംബരക്കാർ കപ്പലിൽ ഏകദേശം കടലിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു മഞ്ഞുകട്ടയിൽ ഇടിച്ച് ആ കപ്പൽ കടലിൻ്റെ അഗാധതയിലേക്ക് താഴ്ന്നു പോകുന്നു. 200 ചില്ലാനം ആളുകൾ മരണപ്പെടുന്നു. ദൈവം വിചാരിച്ചാൽ പോലും ഇതിന് ഒന്നും സംഭവിക്കല്ലെന്ന് അഹങ്കാരം പറഞ്ഞ ദുർബലനാണ് മനുഷ്യൻ. ദൈവം എന്ന് വിചാരിച്ചു, അത് അങ്ങനെ തന്നെ വിട്ടുകൂടാന്ന്. ചെറിയൊരു മഞ്ഞുകട്ടയിൽ കൂട്ടിയിടിച്ചു. അതോടെ വലിയ ശബ്ദത്തോടുകൂടെ അവർ കടലിൻ്റെ സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് ഊളിയിട്ടു. ഇതാണ് മനുഷ്യൻ.